അറിഞ്ഞോ ഈ പ്രാവശ്യം ഞങ്ങളുടെ ചാലക്കുടിക്കാർക്കായിരുന്നു ഒന്നാം സമ്മാനം. എന്തിന്? യുവജനോത്സവത്തിനോ? അല്ലടോ, ക്രിസ്മസിന്റെ മദ്യം വിൽപ്പനയ്ക്ക് ഒപ്പത്തിനൊപ്പം മത്സരിച്ച കരുനാഗപ്പള്ളിയെയും അങ്കമാലിയെയും അവസാനം ഞങ്ങൾ തൂത്തുവാരിയില്ലേ. കേരളത്തിൽ ഇനി ആരും വെള്ളം ഇല്ലാത്തതുകൊണ്ട് പഞ്ചാബുമായിട്ടായിരിക്കുമോ ചാലക്കുടിയുടെ അടുത്ത മത്സരം? 8.5 ലിറ്റർ മദ്യമാണ് ഒരു മലയാളി ഒരു വർഷം കൊണ്ട് കുടിച്ചു തീർക്കുന്നത്. പേര് കേട്ട മദ്യപാനികളായ പഞ്ചാബികളെ വരെ നമ്മൾ പിന്നിലാക്കി. അരി വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ പണം നമ്മൾ മദ്യത്തിന് വേണ്ടി ചെലവാക്കുന്നതെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. പുറത്തു പറയാൻ കൊള്ളാത്ത വേറെ ചില കാര്യങ്ങളിലും നമ്മുടെ കൊച്ചു കേരളം തന്നെയാണല്ലോ മുന്നിൽ. ആത്മഹത്യയിലും അക്രമങ്ങളുടെ എണ്ണത്തിലും ഒക്കെ. കള്ളൂടിയിൽ നമ്പർ 1 ആയിരിക്കുന്നതിൽ നിന്ന് വേറെ എന്ത് പ്രതീക്ഷിക്കാനാ? എന്നെ ചേച്ചി, അല്പം സ്വല്പം മദ്യം കുടിക്കുന്നതുകൊണ്ട് ഇവിടെ ആർക്കാ ഒരു കുഴപ്പം? ചിലർ പറഞ്ഞു കേട്ടാത്തൊന്നും ഇത് കൊലപാതകത്തേക്കാൾ വലിയ കുറ്റമാണ്. എൻ്റെ ഭാര്യ പറയുന്നത് ഞാൻ കുടിക്കുന്ന ദിവസം എനിക്ക് അവളോട് ഇച്ചിരി സ്നേഹം കൂടുതലാണ്. മിതമായി കുടിച്ചാൽ ബ്ലഡ് സർക്കുലേഷനും ഹൃദയത്തിനും ഒക്കെ നല്ലതാണെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. പക്ഷെ ഓവർ ആകുമ്പോഴാണല്ലോ പ്രശ്നം. എടോ, ഓവറായിട്ട് ജിലേബിയും ഹൽവ കഴിച്ചാലും തട്ടിപ്പോവും. ഷുഗർ ആയിട്ടും കൊളസ്ട്രോൾ ആയിട്ടും പറയുമ്പോൾ എല്ലാം പറയണം. മദ്യം ഉപയോഗിക്കുന്നതിൽ ഭൂരിപക്ഷം ആൾക്കാരും മിതമായിട്ട് കുടിക്കുന്നവരാണ്. കൺട്രോൾ ഇല്ലാതെ ഓരോ അണ്ണന്മാർ എന്തെങ്കിലും വിവരക്കേട് കാണിച്ചു വിട്ടു എന്ന് വെച്ച് മദ്യം ഉപയോഗിക്കുന്നവരെല്ലാവരും മോശക്കാരാണെന്ന് പറഞ്ഞു ഓരോ സമിതികൾ അങ്ങ് ഇറങ്ങി തിരിച്ചാൽ പിന്നെ എന്നാ ചെയ്യാൻ? എന്തായാലും ഈ മദ്യം എന്ന് പറയുന്ന ഒരു മഹാസംഭവം തന്നെ. നമുക്ക് എന്ത് വികാരം വന്നാലും അത് ആവശ്യത്തിനനുസരിച്ച് കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് ഇത് ഉപയോഗിക്കാമല്ലോ. മദ്യം ഇന്ന് വരെ ആരുടെയും ദുഃഖം മായ്ച്ചു കളഞ്ഞിട്ടൊന്നുമില്ലല്ലോ. തന്നെയുമല്ല, വേറെ എന്തെല്ലാം സുഖങ്ങളുണ്ടോ ജീവിതത്തിൽ? മദ്യം ഈ ഭൂമിയിൽ നിന്ന് ഇല്ലായ്മ ചെയ്യണം എന്ന് പറഞ്ഞ് ചില മദ്യവിരുദ്ധ സമിതികൾ ജാഥയും സത്യാഗ്രഹവും ഒക്കെ ഇവിടെ നടത്തുന്നുണ്ടല്ലോ. എന്നാൽ ഈ മുക്കുടിയന്മാർക്ക് വേണ്ടി എന്തെങ്കിലും കൗൺസിലിംഗ് കൊടുക്കുകയോ മനുഷ്യൻ എന്തിനാണ് ഇത്രയും കുടിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ എത്രയോ നന്നായിരുന്നു. നാട്ടിൽ ചെല്ലുമ്പം ഫ്രണ്ട്സിൻ്റെ കൂടെ കള്ള് കുടിക്കാൻ ഭയങ്കര പേടിയാണ്. They drink too much. മലയാളീസ് എന്തിനാ ഇങ്ങനെ കുടിക്കണേ? വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ദിവസം കൃത്യമായിട്ട് ജോലിക്ക് പോയെന്ന് ആരെങ്കിലും ഇത്രയും കള്ളു കുടിക്കോ? ഈ മനുഷ്യർക്ക് ആദ്യം ഒരു ജോലി മേടിച്ചു കൊടുക്കണം. തൊഴിലില്ലായ്മ ഒരു കാരണം തന്നെയാണ്. മാത്രമല്ല, നമ്മൾ മലയാളികൾക്ക് വേറെ വിനോദങ്ങളിൽ ഏർപ്പെടുന്ന ഒരു ശീലവുമില്ലല്ലോ. ഓണവും ക്രിസ്തുമസും ഒക്കെ ഇന്നത്തെ കാലത്ത് നമ്മൾ ആഘോഷിക്കുന്നത് മദ്യസേവ നടത്തി മാത്രമാണല്ലോ. ശരിയാ, കേരളത്തിലുടനീളം മദ്യം വിൽക്കാനുള്ള അവകാശം ഗവൺമെന്റിന് മാത്രമാണല്ലോ. അപ്പോൾ മദ്യപാനം കേരളത്തിൽ കുറയ്ക്കണമെങ്കിൽ ഇത് റേഷനായിട്ടും കൊടുത്താൽ പോരെ? കൊള്ളാം. ആകെപ്പാടെ ലാഭം ഉണ്ടാക്കുന്ന ഒരേ ഒരു സർക്കാർ കമ്പനിയാണ്. അതും കൂടി അടച്ചു പൂട്ടിയാ പിന്നെ ശമ്പളം കൊടുക്കാൻ പോലും ഒന്നും കാണിയല്ല ഖജനാവി.